ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജൂലൈ 3-ാം തീയതി ദുഃഖാന തിരുനാള് അടുത്തു വന്നിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടി മാർത്തോമാ ക്രിസ്ത്യാനികളായ നമ്മുടെ വലിയ പെരുന്നാള് ദുഃഖാന തിരുനാളിന്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാ ശ്ലീഹായുടെ ശക്തമായ പ്രാർത്ഥനയും മാതൃകയും നമുക്ക് പ്രചോദനമാകട്ടെ എന്നും അനുഗ്രഹമാകട്ടെ എന്നും ഞാൻ അപേക്ഷിക്കുന്നു. സ്നേഹമുള്ളവരെ, ദുഃഖാന എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് വലിയൊരു വികാരമാണ്. ഭാരതത്തില് ഈശോയുടെ സുവിശേഷം എത്തിച്ച് നമ്മുടെ പൂർവികരെ മാനസാന്തരപ്പെടുത്തി തിരുസഭയെ സ്ഥാപിച്ച് തിരുസഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അല്ല, ഈശോയ്ക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ തോമാ ശ്ലീഹയെ നമ്മൾ ഓർക്കുകയാണ്. തോമാ ശ്ലീഹയുടെ മരണ ദിവസമാണ് ഈ ദുഃഖാന എന്ന് പറയുന്നത്. ദുഃഖാന എന്ന് പറയുന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അറിയാം. ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഓർമ്മ എന്നാണ് അർത്ഥം. റിമംബറൻസ്, മെമ്മറി. ഈ ഓർമ്മ തിരുനാൾ ദിവസം തോമാ ശ്ലീഹയുടെ തുടിക്കുന്ന, ജീവിതത്തിന്റെ തുടിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തിയതിന്റെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ള സാക്രിഫൈസ്, ജീവൻ തന്നെ അർപ്പിച്ചതിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ തുടിക്കുകയാണ്. ഈ അവസരത്തില് ഈ ദുഃഖാന ആഘോഷിക്കാൻ വേണ്ടി മൂന്ന് പദങ്ങൾ പറഞ്ഞ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ കൊണ്ട് ആരംഭിക്കുന്ന 3 പദങ്ങൾ. 1 അനുസ്മരണം, 2 ആഘോഷം, 3 അനുകരണം. അനുസ്മരണം എന്ന് പറയുന്നത് തോമാ ശ്ലീഹയെ ഓർക്കാനുള്ളതാണ്. തോമാ ശ്ലീഹയെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയുകയാണ്. തോമാ ശ്ലീഹ ഈശോയുടെ ഒരു ഡെമ്മിയാണെന്ന് പോലും പറയാറുണ്ടായിരുന്നു. 12 പേരില് എല്ലായിടത്തും ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തോമാ ശ്ലീഹയുടെ പേരുണ്ട്. തോമാ ശ്ലീഹയുടെ നടപ്പും എടുപ്പും സംസാരവും ഒക്കെ ഈശോയെ പോലെയായിരുന്നു. ഈശോയെ അറിയാനുള്ള, ആഴത്തിൽ അറിയാനുള്ള ആഗ്രഹം തോമാ ശ്ലീഹ പലപ്പോഴും പ്രകടമാക്കി നമുക്ക് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഈശോയുടെ വഴിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈശോയെ കണ്ടാലേ വിശ്വസിക്കുന്ന, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാൻ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അറിഞ്ഞതിന് ശേഷം പിന്നെ തോമാ ശ്ലീഹ ഈശോയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച വ്യക്തിയാണ്. അവനോടുകൂടി മരിക്കാൻ നമുക്കും പോകാമെന്ന് യോഹന്നാൻ 11:16 പറയുന്നത് നമുക്കറിയാം. മറ്റുള്ളവരൊക്കെ മടിച്ചു നിൽക്കുമ്പോൾ തോമാ ശ്ലീഹ ധൈര്യസമേതം പറയാൻ നമുക്കും അവനോടുകൂടി മരിക്കാൻ പോകാമെന്ന് പറയും. അങ്ങനെ യാത്രയായ തോമാ ശ്ലീഹയാണ് വന്നിട്ട് ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച് മൈലാപ്പൂരിൽ ജൂലൈ 3-ാം തീയതി കൊല്ലപ്പെടുന്നത്. അങ്ങനെ തോമാ ശ്ലീഹയുടെ ഈ ഓർമ്മ നമ്മുടെ മനസ്സിൽ വരും. അതുപോലെ തന്നെ തോമാ ശ്ലീഹയെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്ന വേറൊരു വചനം, ഈശോ ഉത്ഥാനം ചെയ്തതിനു ശേഷം മറ്റുള്ള അപ്പസ്തലന്മാർ ഈശോയെ കണ്ടു, ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. നിഷ്കളങ്കനായ ശിഷ്യന്റെ ഒരു പ്രതികരണമാണ്. എന്നാൽ ഈശോ തോമാ ശ്ലീഹയെ അറിയാവുന്നതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ഈശോയെ കണ്ടപാട് തോമാ ശ്ലീഹ വേറൊന്നും പറയാതെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വിശ്വസിക്കുകയാണ് ചെയ്തത്. ഈ കാര്യം നമ്മുടെ മനസ്സ് ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കണം. അതിനുശേഷം തോമാ ശ്ലീഹ നമുക്ക് കാണിച്ചെന്ന മാർഗമുണ്ട്. തോമാ മാർഗം എന്ന് പറയുന്നതുണ്ട്. ആ മാർഗം ഓർത്തിരിക്കണം. തോമാ ശ്ലീഹ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വിശ്വാസ സത്യങ്ങൾ, സുവിശേഷങ്ങൾ ഓർക്കണം. അപ്പോൾ അനുസ്മരണത്തിന്റെ കാലമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ കാര്യം നമുക്ക് ആഘോഷമാണ്. എന്താണ് ആഘോഷിക്കേണ്ടത്? ആഘോഷിക്കേണ്ടത് പ്രധാനമായി പറഞ്ഞാൽ ഈശോയുടെ സുവിശേഷം തന്നെയാണ് ആഘോഷിക്കേണ്ടത്. തോമാ ശ്ലീഹയിലൂടെ ഈശോയുടെ സുവിശേഷം നമുക്ക് കിട്ടി. എന്താണ്? നമുക്ക് നിത്യജീവൻ കിട്ടി. നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് സ്വർഗത്തിൽ പ്രവേശനമുണ്ട് എന്ന് തോമാ ശ്ലീഹയിലൂടെ സുവിശേഷത്തിലൂടെ നമുക്ക് കിട്ടി. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് ഈശോ പറഞ്ഞതെന്ന് തോമാ ശ്ലീഹയുടെ ഇടപെടൽ വഴിയായിട്ട് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഈ ഒരു വലിയ ആഘോഷം, നമ്മുടെ വിശ്വാസത്തിന്റെ ആഘോഷം, അതായത് ലോകത്തില് വിവിധങ്ങളായ പ്രശ്നങ്ങള്, സഹനങ്ങള്, സങ്കടങ്ങള്, ദുഃഖങ്ങള്, നിരാശകള്, വിഷമങ്ങള്, പ്രയാസങ്ങള് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പാപകരമായ ജീവിത സാഹചര്യങ്ങളുമുണ്ട്. നന്മയെ തിന്മയായിട്ടും തിന്മയെ നന്മയായിട്ടും കാണിക്കുന്ന ലോകം. ഷേക്സ്പിയർ പറഞ്ഞില്ലേ മാക്ബത്തിന്റെ നാടകത്തിന്റെ ആരംഭത്തില്, ഫെയർ ഈസ് ഫൗൾ ആൻഡ് ഫൗൾ ഈസ് ഫെയർ. നന്മ തിന്മയാകുന്നു, തിന്മ നന്മയാകുന്നു. ഇന്നത്തെ നമ്മുടെ പത്രങ്ങൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ലോകത്തിന്റെ ഗതി കാണുമ്പോൾ അങ്ങനെ കാണുകയാണ്. ദുഷ്ടത നിറഞ്ഞ ലോകം. ഒരു പരിധി വരെ കുറെ പേരെങ്കിലും ദുഷ്ടത നിറഞ്ഞ യുദ്ധങ്ങള്, കള്ളത്തരങ്ങള്, കൈക്കൂലികള്, കരിഞ്ചന്തകള്, ഒറ്റിക്കൊടുക്കല്, വഞ്ചന ചെയ്യല്, മനുഷ്യ വെറുക്കലൊക്കെ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഇടയ്ക്ക് സത്യമായ തെളിവാർന്ന സുവിശേഷത്തിന്റെ ആഘോഷം. സത്യമേ പറയൂ,
സത്യദൈവത്തിലായ ഈശോയിൽ വിശ്വസിക്കൂ. ഈശോ മാത്രമാണ് ഏക രക്ഷകൻ. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി സഹിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് ഉത്ഥാനം ചെയ്തു. അന്ന് നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ആരൊക്കെ എന്നിൽ വിശ്വസിക്കുന്നു അവര് നിത്യജീവനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ആഘോഷിക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഭൗതികമായ ആഘോഷങ്ങൾ നമുക്കാകാം. തോമാശ്ലീഹയുടെ ദുഃഖദാന തിരുനാളില് തോമാശ്ലീഹയെ കുറിച്ച് പഠിക്കാനും, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കാനും, അല്ലെങ്കിൽ കലാപരിപാടികൾ നടത്തുവാനും, ആഘോഷങ്ങൾ നടത്തുവാനും, യുവജനങ്ങളെ ഈ കാര്യങ്ങൾ കൂടുതൽ അവരെ ആവേശഭരിതരാക്കാനും, കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ കൊടുക്കാനൊക്കെ ആഘോഷമൊക്കെ നമുക്ക് നടത്താം. അങ്ങനെ രണ്ടാമത്തെ ആഘോഷം. മൂന്നാമത്തെ അനുകരണമാണ്. അനുകരണം എന്താണ്? തോമാശ്ലീഹയെ അനുകരിക്കുക. തോമാശ്ലീഹയ്ക്ക് ഈശോയെ അറിയാനുള്ള അദമ്യമായ ആഗ്രഹം. ഈശോ ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈശോയ്ക്ക് വേണ്ടി മരിക്കാനും ജീവിക്കാനും തയ്യാറാകുന്ന തോമാശ്ലീഹ, അതിനുശേഷം ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഈ ദൂരനാടായ ഭാരതത്തിലേക്ക് വന്നിട്ട്, അന്ന് ഭാഷയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന, യാത്രാ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതിനൊക്കെ ആ ത്യാഗങ്ങളെല്ലാം സഹിക്കാനുള്ള സന്നദ്ധ കാണിച്ച് അവസാനം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ സന്നദ്ധനായ തോമാശ്ലീഹയുടെ ഈ ഒരു അനുകരണം നമുക്കുണ്ടായിരിക്കണം. തോമാശ്ലീഹയുടെ വിശ്വാസദാർഢ്യം, തോമാശ്ലീഹ കാണിച്ചെന്ന മാർഗമുണ്ട്. ആ മാർഗം നമ്മൾ അനുസരിക്കണം. നമുക്ക് നല്ല ഉന്നതമായ മഹത്തായ പാരമ്പര്യങ്ങളുണ്ട്, മഹത്തായ കുർബാനയുണ്ട്, മഹത്തായ മറ്റുള്ള സഭാജീവിതമുണ്ട്. അതൊക്കെ അനുസരിച്ച് നമ്മൾ അച്ചടക്കത്തോടുകൂടി എളിമയോടുകൂടി ജീവിക്കണം. തോമാശ്ലീഹ കൊണ്ടുവന്ന നമുക്ക് തന്നത് ഒരു കാര്യമുണ്ട്. നമ്മളോടൊക്കെ ആലോചിച്ചൊന്നും അല്ല കൊണ്ടുവന്നത്. സുവിശേഷം നമ്മളോട് സുവിശേഷം തരട്ടെ എന്ന് പറഞ്ഞൊന്നല്ല. സുവിശേഷം ദൈവത്തിൽ നിന്ന് കിട്ടി, അത് നമുക്ക് തന്നു. അതുപോലെ തന്നെ കുർബാന നമുക്ക് കിട്ടി, അത് തന്നു. അപ്പൊ നമ്മൾ അനുസരിച്ച് നമ്മൾ ജീവിച്ച് സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു അനുകരണത്തിന്റെ ഒരു സംഭവ ദിവസമാകണം ദുഃഖദാന എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ദുഃഖദാന തിരുനാളിന് മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. തോമാശ്ലീഹയുടെ മക്കളാകാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചതിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു.